ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സീമാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കാണ്. ഇതിലിനി പേരും കൂടി ഒന്ന് എഴുതണം. ഇത് ശരിക്കും ചോക്ലേറ്റ് വിത്ത് ബാസ്ക്കറ്റ് ഫ്ലവർ കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന രീതിയിൽ ലളിതമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ടിപ്സൊക്കെ പറഞ്ഞിട്ട് ആണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1 കിലോയുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ 8 ഇഞ്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള അളവാണ് 8 ഇഞ്ച്. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മതി കേട്ടോ. ഇതിനടിയിൽ മാത്രമേ ഞാൻ തേച്ച് കൊടുക്കാറുള്ളൂ. ഈ സൈഡിലൊന്നും ഞാൻ ഓയിൽ അങ്ങനെ തേച്ച് കൊടുക്കാറില്ല. സൈഡിൽ ഓയിൽ തേച്ച് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൈഡിൽ തേച്ച് കൊടുക്കണം. സൈഡ് നമ്മൾ കേക്ക് ബേക്കായി കഴിയുമ്പോൾ സൈഡിലൊക്കെ ഒരു വല്ലാതെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് കാരണം സൈഡിൽ ഞാൻ തേച്ച് കൊടുക്കാറില്ല. ഇനി ഒരു ഓയിൽ പേപ്പർ ഇട്ട് വയ്ക്കാം. ഓയിൽ പേപ്പറിൻ്റെ മുകളിലൊന്നും ഓയിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കുക ആദ്യം തന്നെ. ഇനി നമുക്ക് മൈദയെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതിനൊരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാവുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവുമേ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം അരിക്കുമ്പോഴും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനെ ഇത് ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തൊട്ടേ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. ഇത് നന്നായിട്ട് അരിച്ച് മിക്സാക്കി മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു 3 മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെടുത്ത മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ മുട്ടയുടെ പുറമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിരുന്നാലും അതിനകത്ത് ചെറിയൊരു ഈർപ്പം പോലെ അടിയുമല്ലോ വെള്ളം. അപ്പോൾ ആ വെള്ളത്തുള്ളികൾ ഈ മുട്ടയിലേക്ക് വീഴാതെ പൊട്ടിച്ച് ഒഴിക്കുക. അതാണ് ഉദ്ദേശം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെയുള്ള മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി. നന്നായിട്ട് പതഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പതച്ചെടുക്കണം. ഈ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്ന പാകം വരെ ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് പതഞ്ഞ് വരും വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ഞാൻ പൊടിച്ചു. മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സമയമെടുത്ത് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര മുഴുവനും ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഇത്രയും നല്ല ലൂസായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടണം. ഇപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കേക്ക് ഒരു 3/4 ഭാഗവും റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലുള്ള എല്ലാം ഒന്ന് ഇങ്ങോട്ടേക്ക് വടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് ഈ കേക്ക് ഉണ്ടാക്കി പഠിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി നമുക്ക് ഈ സൈഡിലത്തെ എല്ലാം ഈ തെറിച്ച് കിടന്ന സൈഡിലത്തെ എല്ലാം ഒന്ന് നീക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന്
പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കിലോയ്ക്ക് ഒരു 1/4 കപ്പ് ഓയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ഈ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ ഇത് തീരും വരെ ബീറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് അതിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ആ മുട്ട ഇതുപോലെ നമുക്ക് ബീറ്റായി കിട്ടത്തില്ല. ഇതിലേക്ക് മൈദയും കൊക്കോ പൗഡറും ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അരിച്ചെടുത്ത് വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കും. ഈ മൈദയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓവനിലും കേക്ക് ബേക്ക് ചെയ്യാറുണ്ട്, പിന്നെ സ്റ്റൗ ടോപ്പിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ഒരു ചരുവ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ട്രേ ഉണ്ടല്ലോ, ആ ട്രേ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡൊന്നും ഒരിടത്ത് മുട്ടരുത്, അത്രയും വലിപ്പമുള്ളൊരു ചരുവ് എടുത്താൽ മതി. ആ ചരുവ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കാനായിട്ട് ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ സാധാരണ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു റിങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ റിങ് നമുക്ക് ഇതുപോലെ റിങ് തന്നെ വേണമെന്നില്ല. നമ്മുടെ ആ പാത്രം ഡയറക്റ്റ് അതിൻ്റെ അടിയിലേക്ക് മുട്ടാതിരിക്കാനായിട്ട് പാകത്തിലുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിരുന്നാലും മതി. ഇതിൻ്റെ മുകളിലേക്ക് ഇതിന് കറക്റ്റ് പാകത്തിലുള്ളൊരു അടപ്പെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടൊന്നും വെളിയിലേക്ക് കടക്കാത്ത രീതിയിൽ നല്ല പാകത്തിലുള്ള ഒരു അടപ്പായിരിക്കും നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഈ അടപ്പം അടച്ച് തന്നെ വേണം പ്രീഹീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് ഈ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് മൈദയുടെ ആ കൂട്ടൊക്കെ മുട്ടയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇന്ന് എനിക്കൊരു 2 കേക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു വെളിയിലേക്ക്. അപ്പോൾ ഒരെണ്ണം ഞാൻ ഓവനിൽ റെഡിയാക്കാൻ വെച്ചേക്കുക. അതുകൊണ്ടായിരുന്നു സ്റ്റൗവിൽ ഈ നമ്മൾ ചോക്ലേറ്റ് കേക്ക് സ്റ്റൗവിൽ ചെയ്യാം. മറ്റേത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാൻ ഓവനിൽ വെച്ചേക്കുന്നത്. സ്മൂത്തായിട്ട് കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്നത് പോലെ തന്നെ പതിയെ നമ്മൾ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ സൈഡിൽ കുറച്ച് മുട്ടയുടെ ഇത് ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് വടിച്ചങ്ങോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ബാക്കി മൈദയൊക്കെ. അപ്പോൾ 2-3 കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. അപ്പം മിക്കവാറും എനിക്ക് മുട്ട ബീറ്റ് ചെയ്ത് തരുന്ന എൻ്റെ മോളാട്ടോ. അപ്പോൾ അവൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മൈദയുടെ കൂട്ടൊക്കെ ഒന്ന് അരിച്ചെടുക്കും. ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ പാലോളം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം ആദ്യം ഒഴിക്കണ്ട കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യം തോന്നുവാണെങ്കിൽ മാത്രമേ 4 ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കുറേശ്ശെ മൈദയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പോരാ, കുറച്ച് പാലിൻ്റെയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് പാലിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ആകെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ് കേട്ടോ. ഇത് പച്ചപ്പാലാ, തിളപ്പിച്ചൊന്നും എടുക്കണ്ട, പച്ചപ്പാലം ഒഴിച്ചാൽ മതി. ഇപ്പം തിളപ്പിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ബാക്കി കുറച്ച് മൈദയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ. മതി. ഇനി പിന്നെ ഓവർ മിക്സിങ് വേണ്ട കേട്ടോ. നമുക്കറിയാമല്ലോ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. പിന്നെ അത് വെച്ചുകൊണ്ടെന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് എന്ന് കരുതി അങ്ങോട്ട് മിക്സ് ആക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ വിപരീത ഫലമാകും പോകും. അതുകൊണ്ട് ഓവർ മിക്സിങ്ങും വേണ്ട. ഇനി നമുക്ക് ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഈ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നീക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്കിനകത്ത് മുട്ടയുടെ ഒരു അല്പം പോലും മണം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കേക്ക് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് ഈ വിനാഗിരി സഹായിക്കും. ഇത് ആ വിനാഗിരി എല്ലായിടത്തും ഒന്നാകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. നമ്മളിവിടെ ഭയങ്കര മഴയും കാറ്റും ഒക്കെ കേട്ടോ. ഇപ്പം ഈ എന്തായാലും ജൂലൈ മാസത്തിൽ എല്ലായിടത്തും മഴയാണ്. പിന്നെ നമ്മുടെ ഈ ഹൈ റേഞ്ച് സ്ഥലമായതുകൊണ്ട് ഒരു പ്രത്യേക കാറ്റും തണുപ്പും മഴയൊക്കെയാണ്. തണുപ്പ് വല്ലാത്ത തണുപ്പായിട്ടുണ്ട്. 2 ദിവസമായിട്ട് നിൽക്കാതുള്ള മഴയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ.
ഓയിലൊക്കെ പുരട്ടി വെച്ച ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഈ നടുഭാഗത്തേക്ക് ഒഴിച്ചല്ലോ, അതിൻ്റൊന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക അവസാനമൊക്കെ ആകുമ്പോഴേ. അപ്പം നമ്മുടെ കേക്ക് വല്ലാതെ അങ്ങ് ഈ നടു മാത്രം പൊങ്ങി വരുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച്, പപ്പടക്കൊള്ളി എന്തെങ്കിലും വെച്ച് ഒന്ന് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിൻ്റെ എയറൊക്കെ പെട്ടെന്ന് വെളിയിലേക്ക് പോകാനായിട്ട് സഹായിക്കുവേ. ഇനി ഒന്നും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ അടപ്പ് പതിയെ ഒന്ന് എടുത്ത് മാറ്റാം. നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് കൊടുക്കാവേ. നമുക്കിതിൻ്റെ മുകളിലേക്കൊരു എന്തെങ്കിലും ഒരു ഭാരം അല്ല എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി ഞാൻ ഹൈ ഫ്ലെയിമിലാണ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തത്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ഒരു 30 മിനിറ്റ്, കറക്റ്റ് 30 മിനിറ്റ് ഇതേ സമയം തന്നെയാണ് നമ്മൾ ഓവനിലും ചെയ്തെടുക്കുന്നത്. ഓവനിലും 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 150 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യുന്നത്. അതേ 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഞാൻ 30 മിനിറ്റും ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം എടുത്തിട്ട് പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് സിറപ്പാക്കി എടുക്കരുത്. ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചവെള്ളം എടുത്ത് അതിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളക്കണം. അപ്പോൾ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് രുചിയൊക്കെ കൂടാനായിട്ട് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചോക്ലേറ്റ് നമ്മൾ ആ പാല് ചേർത്തില്ലേ, ആ പാലിനകത്ത് ചെറു ചൂടോടുകൂടി പാലെടുത്തിട്ട് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഇനി നമ്മുടെ സിറപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു 2.5 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ കറക്റ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അപ്പം നന്നായിട്ട് തിളച്ച്. അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഒരു 6 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/4 കപ്പ് കഴിഞ്ഞ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ എടുക്കണം. അത്രയും എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. നന്നായിട്ട് മെൽറ്റായിട്ടൊന്ന് നല്ല ഒരു തരി പോലും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റാക്കി എടുക്കണം. അപ്പം നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടേ പെട്ടെന്ന് അങ്ങ് ഉരുകി വന്നോളൂ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്നത് ഉറയും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുണ്ട് ഇതിന്. കേക്ക് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കുക. 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടല്ലേ, സൂപ്പർ കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. പിന്നെ തണുപ്പിച്ചെടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ്. ഞാൻ എപ്പോഴും ഒരേ സ്പീഡിൽ തന്നെ ഇട്ടാണ് വിപ്പ് ചെയ്യുന്നത്. അപ്പോൾ 1-2 സ്പീഡിലൊക്കെ നമുക്ക് വേണം വിപ്പ് ചെയ്യാം. പിന്നെ ഏറ്റവും കുറവുള്ള ഒരു സ്പീഡിലിട്ടിട്ട് ഫുള്ള് ഞാൻ വിപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പം ഞാനിത് എടുത്തേക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കടകളിൽ നമുക്ക് കിട്ടുന്ന ഏത് ക്രീമാണോ അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രീസറിൽ വെച്ചിരുന്നിട്ട് നേരിട്ടെടുത്ത് നമ്മൾ ആ ഐസോട്ടോട് കൂടി തന്നെ വിപ്പ് ചെയ്യാൻ പോകല്. അത് നമ്മൾ വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് ലൂസ് ആയിക്കൊണ്ടേയിരിക്കും. ബാക്കിയും കൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാവേ. ഈ സൈഡിലേക്ക് തെറിച്ച് നിൽക്കുന്ന ഈ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ.
നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിനു വേണ്ടി വിപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തതിന് ബാക്കിയുള്ളത് അത് നമ്മൾ വീണ്ടും നന്നായിട്ട് സെല്ലോ ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ച് ഒരല്പം പോലും എയർ അകത്തേക്ക് കയറാത്ത രീതിയിൽ ഒട്ടിച്ച് സീൽ ചെയ്തിട്ട് വേണം ഫ്രീസറിലേക്ക് വീണ്ടും എടുത്തു വെക്കാനായിട്ട്. ഓവർ ബീറ്റ് ചെയ്യരുത്. ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഒക്കെ ഇതിനകത്ത് വല്ലാതെ കയറിയിട്ട് പിന്നെ നമ്മൾ കേക്കിൽ ഫില്ല് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും കറക്റ്റ് വിപ്പായി കിട്ടുവേ. ഇതാ ഇത്രയാണ് കറക്റ്റ് പാകമായിട്ടുണ്ട്. അഥവാ ഇനിയിപ്പോൾ നമ്മൾ വിപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഓവർ ബീറ്റ് ആയി കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം അങ്ങനെ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, കുറച്ച് ലൂസായിട്ടുള്ള സാധാ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിലൊരല്പം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ ആ എയർ ഒക്കെ ഒന്ന് മാറിക്കിട്ടി നന്നായിട്ട് ലൂസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയേ, ഇതേപോലെ തന്നെ നമ്മൾ ഈ ഐസിങ് ഒക്കെ നന്നായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഐസിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മുടെ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം, പ്രത്യേകിച്ച് ജൂലൈ ആയതുകൊണ്ട് നന്നായിട്ട് തണുപ്പുണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് ലൂസായി പോകത്തില്ല. നല്ല ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ വിപ്പ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് ഇതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലൊന്നും അല്ല വെക്കുന്നത്, താഴെത്തട്ടിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഒരു സ്റ്റിഫായിട്ട് കിട്ടുവേ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് കേക്കിൽ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എളുപ്പം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 10-15 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, കുഴപ്പമില്ല. ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെടുവാണെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊന്ന് വിടിവിച്ചെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണല്ലേ, നമുക്ക് ഈ ഓയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാവേ. നമുക്ക് ആദ്യം ഒന്ന് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ എളുപ്പമുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം കത്തി അകത്തേക്ക് കയറ്റി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതാണ്ടോ നമ്മുടെ കേക്ക് അകമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി മുറിച്ചെടുക്കാം. സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത് 3 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ഒക്കെ ചെയ്തെടുക്കാം. കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കേക്കൊന്നും തെന്നിപ്പോകാതിരിക്കാനായിട്ട് ഒരല്പം വിപ്പിംഗ് ക്രീം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. കേക്കിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമില്ലേ, അതാണ് ഞാൻ ഏറ്റവും അടിയിൽ വയ്ക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ ചോക്ലേറ്റൊക്കെ ചേർത്തിട്ടുള്ള പഞ്ചസാര സിറപ്പാണ്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുറച്ചുകൂടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ചോക്ലേറ്റ് കേക്കാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോക്ലേറ്റ് കുറച്ച് ഇട്ട് കൊടുത്തത്. നമ്മൾ ആ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടേക്ക് ചേർത്ത് കൊടുത്തു. അപ്പം കേക്ക് കഴിക്കുമ്പോൾ നല്ലതായിട്ട് ആ ചോക്ലേറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും. അതിനാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഇല്ലേ, അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തണുത്ത് നന്നായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിപ്പ് ചെയ്തിരുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ അതിലേക്ക് ഈ ചോക്ലേറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, മൊത്തം വിപ്പിംഗ് ക്രീമിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് അകത്ത് ഫില്ലിങ്ങിനായിട്ട് മാത്രം ഉള്ള ക്രീമിലാണ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിയിലൊക്കെ കുറച്ച് വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ എഴുതിയാണ്. അപ്പോൾ അതുകൊണ്ട് അകത്ത് വെക്കുന്ന ക്രീമിന് മാത്രമേ ഞാൻ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബീറ്റർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് വേണമെങ്കിൽ ആക്കിയിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് വഴി തന്നെ നേരിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയേ. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ക്രീം ഇതിലേക്ക് നമ്മുടെ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പം ഏറ്റവും അടിയിലുള്ള പീസാണ് ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്ക് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുന്ന രീതിയിൽ ഒന്ന് ഓടിച്ചൊന്ന് പുരട്ടി കൊടുക്കാം. അത് വലിയ കാര്യമായിട്ട് ഇപ്പോൾ തേച്ച് കൊടുക്കണ്ട. കുറേശ്ശെ സൈഡൊക്കെ ഒന്ന് അതിനകത്തെല്ലായിടത്തൊന്ന് ഒരു ഹോൾ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ചെറിയ സുഷിരങ്ങളിലൊക്കെ ഒന്ന് ഈ ക്രീം ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നിരപ്പാക്കിയെടുക്കാം. ഒരു ചോക്ലേറ്റ് ബാസ്ക്കറ്റ് കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് ഇത്രയും ക്രീം തന്നെ ധാരാളമാണ്. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഒരല്പം പച്ച കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. 2 പൈപ്പിംഗ് ബാഗിലായിട്ട് ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ഞാൻ പച്ച കളർ ചേർത്ത് കൊടുത്തിട്ട് ഇതാണ്ട് ചെറിയ ഹോളുള്ള ഒരു നോസിൽ എടുത്തേക്കുന്നത്. ഒരു അല്പം കൂടി വലിയ ഹോളുള്ള നോസിൽ ഞാൻ സാദാ ക്രീം, കളർ ചേർക്കാത്ത ക്രീമിന് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ കേക്കിനൊപ്പം തയ്യാറാക്കിയെടുത്ത ബട്ടർ സ്കോച്ച് കേക്കാണിത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സീമാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എന്നെ